Good morning, dear traders. Welcome back to another video of pre-market analysis. നമുക്ക് ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് വരാൻ ചാൻസ് ഉള്ള ഫോറക്സ് കറൻസി പേഴ്സ് ഗോൾഡ് ഉൾപ്പെടെയുള്ള മെറ്റൽസ് ഒക്കെ നമ്മളുടെ വാച്ചസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കീ ലെവൽസ് എല്ലാം നോക്കാം. ഇന്ന് ബൈയിങ് ആണോ ഷോർട്ട് സെല്ലിംഗ് ആണോ ഈ വാച്ചസിലുള്ള കറൻസി പേഴ്സിൽ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പായിട്ട് കീ ലെവൽസ് എല്ലാം നോക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഫ്രൈഡേ NFPക്ക് ഹെഡായിട്ട് നമ്മൾ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ നടത്താം. നമ്മൾ അന്ന് പറഞ്ഞ പോലെ മാർക്കറ്റ് പ്ലേ ഔട്ട് ആയിട്ടുണ്ടോ, അതായത് നമ്മൾ പറഞ്ഞ ലെവൽസിൽ നിന്ന് ബൈയിങ്ങും സെല്ലിങ്ങും വന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ നടത്തിയിട്ട് ഇന്നത്തേക്ക് ഉള്ള അനാലിസിസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ പേഴ്സണലി പറഞ്ഞത് EURUSD ഒരു ബെയറിഷ് വ്യൂ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഈ കാണുന്ന ഒരു പ്രീമിയം ഏരിയ forex.comന്റെ ചാർട്ടിൽ പറയുമ്പോൾ 1.13405 1.13702 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രീമിയം ഏരിയയിൽ നിന്നും ഷോർട്ട് സെല്ലിംഗ് ആണ് പേഴ്സണലി ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ ഷോർട്ട് സെല്ലിംഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് NFPക്ക് ഞാൻ ബെയറിഷ് ആയിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കഴിഞ്ഞ ഫ്രൈഡേയിൽ ന്യൂസ് പ്ലേ ഔട്ട് ആയതിനു ശേഷം NFPക്ക് പ്ലേ ഔട്ട് ആയതിനു ശേഷം മാർക്കറ്റിൽ നല്ല രീതിയിൽ ഷോർട്ട് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളുടെ ഫ്രൈഡേയിലെ അനാലിസിസ് പക്കയായിട്ട് തന്നെ പ്ലേ ഔട്ട് ആയിട്ടുണ്ട്. യൂറോയിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മളുടെ പ്രീമിയം ഏരിയ ആ ഒരു ഷോർട്ട് സെല്ലിംഗ് നടക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ഏരിയയിൽ നിന്നും ഷോർട്ട് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. സോ വി ആർ റൈറ്റ്. അപ്പോൾ EURUSDയിൽ നമ്മൾ അനാലിസിസ് കറക്റ്റായിട്ട് തന്നെ പ്ലേ ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദയവേത് കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ള രീതിയിൽ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് GBPSTയിലും ഞാൻ ബെയറിഷ് തന്നെയാണ് പറഞ്ഞു വെച്ചത്. GBPSTയിൽ പറഞ്ഞ ഒരു പ്രീമിയം ഏരിയ ഉണ്ടായിരുന്നു 1.33 1.33 എന്ന് പറഞ്ഞ ലെവൽ ആൻഡ് 1.33456 എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് പ്രീമിയം സോണായിരുന്നു. ഈ കാണുന്ന ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ നിന്നാണ് ഷോർട്ട് സെല്ലിംഗ് ഞാൻ പേഴ്സണലി പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞത്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ അവിടെ നിന്ന് ഷോർട്ട് സെല്ലിംഗ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു GBPSTയിൽ. സോ GBPSTയിൽ നമ്മളുടെ പ്ലാൻ കറക്റ്റായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ഫൈനൽ ഒരു ടാർഗറ്റ്, ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് തേഴ്സ്ഡേയുടെ ലോ അന്ന് ഫ്രൈഡേ ഞാൻ പറഞ്ഞത് യെസ്റ്റർഡേസ് ലോസ് എന്നായിരുന്നു. അതിപ്പോൾ തേഴ്സ്ഡേയുടെ ലോ ആണ് ഞാൻ പറഞ്ഞത്. ആ തേഴ്സ്ഡേയുടെ ലോ അന്ന് തന്നെ ഫ്രൈഡേ അല്ല ഇന്ന് മോർണിംഗ് അത് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മോർണിംഗിലെ ഫസ്റ്റത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ ടാർഗറ്റ് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ GBPSTയുടെ നമ്മുടെ വ്യൂ പക്കയായിട്ട് തന്നെ മാർക്കറ്റിൽ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ നോക്കിയത് ഗോൾഡ് ആയിരുന്നു. ഗോൾഡിൽ ഞാൻ പേഴ്സണലി പറഞ്ഞത് ഒരു ബെയറിഷ് വ്യൂ ആയിരുന്നു പറഞ്ഞു വെച്ചത്. ഈ കാണുന്നത് ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഏതായിരുന്നു 3266.95 ആൻഡ് 3284.55. forex.comലെ ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നും NFPക്ക് നമുക്കൊരു ഷോർട്ട് സെല്ലിംഗ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് തന്നെ കണ്ടില്ല. അപ്പോൾ എക്സാക്ട്ലി ആ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് ന്യൂയോർക്ക് സെഷനിൽ ബെയറിഷ് ആയത് മാർക്കറ്റ്. അപ്പോൾ ഗോൾഡിലെ നമ്മുടെ അനാലിസിസ് പക്കയായിട്ട് തന്നെ പ്ലേ ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് 3246.18 ആയിരുന്നു. ആ 3642.18 വന്നിട്ടാണ് മാർക്കറ്റ് ഒരു ബൈയിങ് നടത്തിയത്. സോ നമ്മളുടെ ടാർഗറ്റ് നല്ല രീതിയിൽ പ്ലേ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ബെയറിഷ് ആയിരുന്നു. ഇറ്റ് ഡസൻ മാറ്റർ, നമുക്ക് വേണ്ട ട്രേഡ് അവിടെ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് ആവശ്യമുള്ള ട്രേഡ് ഗോൾഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റും ഗോൾഡ് അവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ റൈറ്റ് ഓൺ ഗോൾഡ് ടു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ അതിന് മുമ്പത്തെ ദിവസം വ്യാഴാഴ്ചകളിൽ ഞാൻ പറഞ്ഞ ഒരു അനാലിസിസ് തെറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു അനാലിസിസ് ശരിയായുള്ളൂ. പക്ഷേ ഫ്രൈഡേയിലേക്ക് വരുമ്പോൾ പറഞ്ഞ 3 അനാലിസും അവിടെ പക്കയായിട്ട് തന്നെ പ്ലേ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആദ്യം മുതൽ ഞാൻ പറയുന്നത്, ട്രേഡിംഗ് ഈസ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റീസ്. ഇതൊരു പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഒരു വേൾഡാണ്, സാധ്യതകളുടെ ഒരു ഗെയിമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തെറ്റുകൾ വരാറുണ്ട്, പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ശരികൾ വരുത്തിക്കൊണ്ട് ആ ചെറിയ ചെറിയ തെറ്റുകളെ വലുതാക്കിക്കൊണ്ട് തന്നെ കവറപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഓവറോൾ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടത്. സോ ഫ്രൈഡേ പറഞ്ഞ 3 അനാലിസും പക്കയായിട്ട് തന്നെ ഗോൾഡിൽ നമ്മൾ പക്കയായിട്ട് തന്നെ 3 അനാലിസും 3 കറൻസി പേഴ്സിൽ പറഞ്ഞ 3 അനാലിസും പക്കയായിട്ട് തന്നെ പ്ലേ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നിങ്ങൾ ഈ അനാലിസിസ് അനുസരിച്ച് ട്രേഡ്സ് നിങ്ങളുടെ അനാലിസും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ട്രേഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് തരാൻ ചാൻസ് ഉള്ള ഫോറക്സ് കറൻസി പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലെൻ്റെ പേഴ്സണൽ വാച്ചസിലുള്ള ഫസ്റ്റ് കറൻസി പെയർ EURUSD ആണ്. EURUSDയിൽ കറൻറ്റ്ലി ഞാനിപ്പോൾ ഒരു ബെയറിഷ് വ്യൂ തന്നെയാണ്. അന്നത്തെ ആ ഒരു ബെയറിഷ് വ്യൂയുടെ കണ്ടിന്യൂഷനാണ് ഞാനത് നോക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല സെല്ലിങ് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു പ്രീമിയം ഏരിയ തന്നെയാണ് EURUSD നിൽക്കുന്നത്. സോൺ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളൂ. 1.13405 ആൻഡ് 1.13702. ഇത് രണ്ടും നല്ലൊരു പ്രീമിയം ഏരിയ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഷോർട്ട് സെല്ലിംഗ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ കറൻറ്റ്ലി അവിടെ നിന്ന് ഷോർട്ട് സെല്ലിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന മണിക്കൂറുകളിൽ കണ്ടിന്യൂ ചെയ്യും. ഈ ഷോർട്ട് സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഏറ്റവും മിനിമം ഫ്രൈഡേയിലെ ന്യൂയോർക്കിൻ്റെ ഫ്രൈഡേയുടെ ഈ ഒരു ന്യൂയോർക്ക് സെഷൻ അല്ല PM സെഷനാണ്, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും ഈ ഒരു ഫ്രൈഡേയുടെ ഈ ഒരു
വരുന്ന മണിക്കൂറുകളിൽ ടേക്ക് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് വിൽ ബി തേഴ്സ്ഡേയുടെ ലോ ആയിരിക്കും എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഞാൻ വെക്കാൻ പോണത്. സോ ഓവറോൾ പറയുമ്പോൾ ഐ എം ബെയറിഷ് ഓൺ യൂറോസ്റ്റി ഞാൻ ബെയറിഷ് ആണ്. എന്തായാലും ഈ ഒരു ലോയും വരുന്ന മണിക്കൂറുകളിൽ ടേക്ക് ഔട്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോൺ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി അവിടെ നിന്ന് സെല്ലേഴ്സ് കിക്കിനായിട്ടുണ്ട്. സോ ഐ എം 100% ഷുവർ മാർക്കറ്റ് എന്തായാലും ഇനി ആ ഷോർട്ട് സെല്ലേഴ്സ് കിക്കിന് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. നമ്മളെ പ്ലാനിനനുസരിച്ച് എനിക്കൊരു പേഴ്സണൽ ട്രേഡിംഗ് പ്ലാൻ ഉണ്ട്, എനിക്കും എൻ്റെ കമ്മ്യൂണിറ്റിക്കും. ആ പ്ലാൻ അനുസരിച്ച് USD ഷോർട്ട് സെല്ലേഴ്സ് വന്നെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂറോസ്റ്റി ഷോർട്ട് സെല് ചെയ്യുന്നതായിരിക്കും. സോ യൂറോസ്റ്റിയുടെ വ്യൂ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് GBPUSD എനിക്ക് ഷോർട്ട് സെല്ലാണ് എൻ്റെ വ്യൂ. സോൺ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളൂ. 1.33038 ആൻഡ് 1.33163. ഇത് രണ്ടും നല്ലൊരു പ്രീമിയം ഏരിയയാണ്. ഷോർട്ട് സെല്ലിംഗ് നടക്കാൻ ചാൻസ് ഉള്ള ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഓൾറെഡി ഷോർട്ട് സെല്ലേഴ്സ് കിക്കിനായിട്ടുണ്ട്. ലൈക്ക് യൂറോസ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ. അപ്പോൾ യൂറോസ്റ്റിയും GBPUSDയും കോറിലേറ്റഡ് പെയർസ് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. രണ്ടും ഏകദേശം മോസ്റ്റ് ഓഫ് ദ ടൈമും ഒരു എബോ 80% ടൈമും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ യൂറോസ്റ്റിയിൽ ഷോർട്ട് സെല്ലിംഗ് കിട്ടിയപ്പോൾ GBPUSDയിലും ഷോർട്ട് സെല്ലിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ GBPUSDയും എന്തായാലും ഷോർട്ട് സെല്ലിംഗ് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ലെവൽ പറയാം 1.33038 ആൻഡ് 1.33163. ഈ രണ്ട് ലെവലിൽ നിന്നും ഇതൊരു പ്രീമിയം ഏരിയയ്ക്ക് എടുത്തുകൊണ്ട് ഷോർട്ട് സെല്ലിംഗ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ പേഴ്സണൽ ട്രേഡ് പ്ലാൻ അനുസരിച്ച് മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷോർട്ട് സെല്ലിംഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു ആവറേജ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ മൺഡേയുടെ ഡേലോയാണ്. അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ Forex.comലെ ചാർട്ടിൽ പറയുമ്പോൾ 1.32602 എന്ന് പറഞ്ഞ ലെവലാണ്. ഈ ഒരു ലെവൽ വരെ ഡെഫിനറ്റ്ലി ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം വരുന്ന മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് പ്ലേ ഔട്ട് ആകുന്നുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി എൻ്റെ പേഴ്സണൽ വാച്ച് ലിസ്റ്റിലുള്ള എന്ന കറൻസി പെയർ ഗോൾഡാണ്. ഗോൾഡിൽ ഓവറോൾ പറയുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത്. അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരു വ്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും കൂടുതലും ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ സെയിം ഏരിയ തന്നെ, അതായത് 3266.95 ആൻഡ് 3284.55 ഈ ഒരു പ്രീമിയം ഏരിയയിൽ നിന്നും ഷോർട്ട് സെല്ലിംഗ് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഷോർട്ട് സെല്ലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സോണിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ ഇല്ല. ഷോർട്ട് സെല്ലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു മിനിമം ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഏഷ്യൻ ലോ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഇപ്പോൾ ഏഷ്യൻ റേഞ്ചിൻ്റെ അകത്താണ്. ഇനി ഇവിടെ നിന്നും ഷോർട്ട് സെല്ലേഴ്സ് കിക്കിനായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ ഏഷ്യൻ ലോ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഷോർട്ട് സെൽസ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. സോ ഐ ആം ബെയറിഷ് ഓൺ ഗോൾഡ്. നമുക്ക് നോക്കാം വരുന്ന മണിക്കൂറുകളിൽ ഈ പറഞ്ഞ ഈ ഒരു പ്രീമിയം ഏരിയയിൽ നിന്ന് ഓൾറെഡി കിക്കിനായിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത്. ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിനെ ഡ്രാഗ് ചെയ്യുമോ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് എന്തായാലും കാണാം. എന്തായാലും ഏഷ്യൻ ലോ എത്തുന്നത് വരെ ഞാൻ ബുള്ളിഷ് അല്ല മാർക്കറ്റിൽ. ഐ ആം ബെയറിഷ് ഓൺ ഗോൾഡ്. ഓക്കെ, സോ നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള 3 കറൻസി പെയറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇന്നത്തേക്കുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇന്ന് മെയ് 5 ആണ്, ഇന്ന് മൺഡേ ആണ്. ഇന്ന് നോക്കുമ്പോഴത്തേക്കും USDയിൽ ISM സർവീസസ് PMI ഉണ്ട്. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 PM പറയുമ്പോൾ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേ എന്നാലും ലോവർ ടൈം ഫ്രെയിംസിൽ ഒരു 5-15 മിനിറ്റ് ടൈം ഫ്രെയിംസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരുടെ സ്റ്റോപ്പ് ലോസ് കണ്ടു ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. മനസ്സിലായില്ല, ഒരു 1 hour ആൻഡ് അബൌട്ട് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് സേഫാണ്. അത്ര വലിയ വയലൻ്റ് ആവാൻ ചാൻസ് ഇല്ലാത്തൊരു ന്യൂസാണ്. പക്ഷേ ഒരു ഔട്ട് ഓഫ് 5 പ്രാവശ്യം ഈ ന്യൂസ് പ്ലേ ഔട്ട് ആവുന്ന സമയത്ത് 2 പ്രാവശ്യമെങ്കിലും ഈ ന്യൂസ് വയലൻ്റ് ആവാറുണ്ട്. മാർക്കറ്റിൽ ഒരു ഹൈ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓൺലി ഫോർ 5 and 15 മിനിറ്റ് ടൈം ഫ്രെയിം ട്രേഡേഴ്സ്. അതായത് ഒരു 50 മിനിറ്റ് ആൻഡ് ബിലോ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് ഇതിൽ വയലൻ്റ് ആയിട്ട് തോന്നാറ്. പക്ഷേ ഒരു 50 മിനിറ്റ് അബവ് ഒരു 30 മിനിറ്റ് 1 hourലൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ വയലൻ്റ് അല്ലാത്തൊരു ന്യൂസാണ് ISM സർവീസസ് PMI. ഓക്കെ, സോ ഇതൊക്കെയാണെന്ന് പറയാനുള്ള കാര്യങ്ങൾ. സോ നിങ്ങളുടെ പേഴ്സണൽ അനാലിസിസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡൗട്ട്സ് ആയിട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല നമ്മളുടെ കറൻസി പിപ്സ് അക്കാഡമിയുടെ ഒരു ഫ്രീ പബ്ലിക് ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. കറൻസി പിപ്സ് അക്കാഡമി എന്നാണ് ചാനലിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കിവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചാർട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെടുക്കുന്ന ട്രേഡ്സ്, ചില ട്രേഡുകൾ ഹൈ പ്രോബബിൾ ട്രേഡ്സ് ഒക്കെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് കറൻസി പിപ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ബയോയിൽ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ടെലിഗ്രാം ചാനൽ ഇൻവിറ്റേഷൻ ലിങ്ക് അവിടെയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ്ലി ടെലിഗ്രാമിൽ പോയിട്ട് കറൻസി പിപ്സ് അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മാത്രമല്ല ഇവിടെ കറൻസി പിപ്സ് ചാറ്റ് എന്നുള്ള പേരിലുള്ള ഒരു പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ മെൻറ്റേഴ്സിനോട്ടും നമ്മളുടെ ആൾക്കാരായിട്ട് നിങ്ങൾക്ക്
എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളോട് ചാറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇനി അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസുമായിട്ട് നാളെ മോർണിംഗ് തന്നെ കറണ്ട് ടിപ്സ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡെയിലി അനാലിസിസ് റിലേറ്റഡ് ആയിട്ട്, പ്രീ മാർക്കറ്റ് അനാലിസിസ് റിലേറ്റഡ് ആയിട്ട് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയുക. നമ്മൾ ഡെഫിനറ്റ്ലി അത് ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും, ഞങ്ങൾ നിങ്ങളുടെ സജഷൻസ് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നാളെ മോർണിംഗ് കാണാം, ട്യൂസ്ഡേ മോർണിംഗ് കാണാം. അപ്പോൾ എല്ലാവരും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് വെച്ചുകൊണ്ട് തന്നെ, പ്രൂവൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് വെച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുക. സോ ട്രേഡ് സേഫ്, സൈനിങ് ഓഫ്, ഫൗസ് ഫ്രം കറൻസി പിപ്സ്.